അതും കൂടെ അത് എന്തുകൊണ്ടാണ് അവർ ആൾക്ക് ട്യൂഷൻ കൊടുക്കുന്നത്? എന്തിനാണ് അവർ പിന്നെ മറ്റൊരു സ്കൂളിലേക്ക് തള്ളിക്കയറാൻ നോക്കുന്നത്? അവർക്കുണ്ടായ ദാരിദ്ര്യത്തെ മറികടക്കാൻ ഒരു മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ള ഒരു ആസ്പിറേഷനാണ്. അപ്പോൾ ഇവിടുത്തെ വർക്കിംഗ് ക്ലാസ്സിൻ്റെ ആസ്പിറേഷൻ മനസ്സിലാക്കുന്നതിൽ ഞാനടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വം പരാജയപ്പെട്ടു എന്ന സ്വയം വിമർശനമാണ് ഞാൻ നടത്തിയത്. താങ്കൾക്കത് വ്യാഖ്യാനിക്കാനുള്ള അവകാശമുണ്ട്, അത് വ്യാഖ്യാനിക്കട്ടെ, വിവാദങ്ങളാവട്ടെ. ഞാൻ ഈ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളതും ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളതും ഈ 3 രംഗത്തും പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം ഇത് മെച്ചപ്പെടുത്തുന്നതിലേക്ക് കേരളം ഉണരണം എന്ന് ഞാൻ വീണ്ടും സ്റ്റേറ്റ് ചെയ്യുന്നു. അതിന് വിവാദമാക്കേണ്ടവർക്കാക്കാം, യാതൊരു പരാതിയില്ല. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് അവരുടെ അവകാശമാണ്. പൊതുജനാരോഗ്യം അവകാശമാണ്, പൊതുവിദ്യാഭ്യാസം അവകാശമാണ്, മെച്ചപ്പെട്ട പൊതുവിദ്യാഭ്യാസം, സൗജന്യമായ യാത്ര അവകാശമാണ്. ആ അവകാശം ഞങ്ങൾ കൊടുത്തു. അത് ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത് അല്ലേ? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, ഞാനടക്കം എൻ്റെ രാഷ്ട്രീയ പാർട്ടി പറഞ്ഞില്ലല്ലോ സൗജന്യമാക്കാൻ. അപ്പോൾ ഒരു സ്വയം വിമർശനമാണ് ഞാൻ ചെയ്തത്. പക്ഷേ അതാണ് ആ ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്. സർക്കാർ ആശുപത്രിയിൽ പോകാതിരിക്കാൻ മാർഗമില്ല, അവർക്ക് പൈസ ഇല്ല സാധാരണക്കാർക്ക്. അപ്പോൾ എങ്ങനെയെങ്കിലും കുട്ടികളെയെങ്കിലും അവർ ട്യൂഷൻ കൊടുത്തെങ്കിലും കുട്ടികൾക്ക് ഞങ്ങളെപ്പോലെ ഇതുപോലെ ബുദ്ധിമുട്ട് വരരുതെന്നുള്ള ഒരു ആസ്പിറേഷൻ അവർക്കുണ്ട്. ഇതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. വിദ്യാഭ്യാസ മേഖലയുടെ പരാജയം കൂടിയാണ്. ഞാൻ താങ്കളോട് ആവശ്യത്തിലധികം പറഞ്ഞു കഴിഞ്ഞു. പോരെ? CP ജോണിന്റെ പ്രതികരണമാണ്. തിരികെ ഒരു ഇടവേളയ്ക്ക് ശേഷം. ഞാനിപ്പോഴും മന്ത്രിയായിട്ട് അധികം നാളായിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിൻ്റെ എന്തെങ്കിലും നിങ്ങൾ വിവാദമായിട്ടോ കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. ദയവായിട്ട് കോണ്ടാക്ട് ചെയ്താൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുമല്ലോ. ഞാനിന്നലെ ആരായാലും എൻ്റെ കാര്യം ഞാൻ പറയുന്നു. എന്നിട്ടത് എയർ ചെയ്യുക. അതിന് പകരം എയർ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ ആളുകളത് കണ്ടു കഴിഞ്ഞു അല്ലേ? അതൊക്കെ നമ്മുടെ സ്വകാര്യ ബസ് ഉടമകളുടെ അവരുടെ ഒരു അസോസിയേഷനെ ചടങ്ങിലാണല്ലോ നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇങ്ങനെ എതിർപ്പൊക്കെ വയ്ക്കുന്നുണ്ട്. പ്രിയദർശിനി ഞങ്ങൾ ഒരു ഇഞ്ച് പിന്മാറില്ല. പക്ഷേ സ്വകാര്യ ബസ്സുകൾക്ക് അവരുടേതായ പ്രശ്നമുണ്ട്. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ട് പിന്നെ പത്മകുമാർ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ അവരുടെ കാര്യങ്ങളും പരിശോധിക്കും. ഇനി സ്വകാര്യ മേഖലയെക്കുറിച്ചും നമ്മൾ പറഞ്ഞല്ലോ, അതും പൊതുഗതാഗതത്തിൻ്റെ ഭാഗമാണ്. ഇത്തരമൊരു പ്രസ്താവന നടത്തുമ്പോൾ അത് അവരുടെ കൂടി ഒരു കയ്യടി നേടുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. അങ്ങനെ പറഞ്ഞോളൂ, മാതൃഭൂമിക്ക് അങ്ങനെ പറഞ്ഞോളൂ. എനിക്ക് പരാതിയില്ല. ഞാനൊരു മീറ്റിങ്ങിന് പോകാൻ സമയമായി. ഒരു അധിക്ഷേപവും ഇല്ല. അവരുടെ ദാരിദ്ര്യം വളരെയധികം, ഇത്രയും ദാരിദ്ര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് CP ജോണിന്റെ പ്രതികരണം?